ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ വരുവാണ്. പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പട്ടി കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം? പട്ടി കടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പട്ടി കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പട്ടി കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിറ്റ്. ഇപ്പോൾ നമ്മൾ പട്ടിയുടെ കടി കിട്ടിക്കൊണ്ടിരിക്കുക, നമ്മളെ പട്ടി കടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കഴുത്ത്, മുഖം, അങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തൊന്നും കടി മേടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിവിടെ ചെയ്യുക, നമ്മൾ ഈ ഭാഗങ്ങൾ, നമ്മുടെ കഴുത്ത്, മുഖമൊക്കെ മാറ്റി വെക്കണം. എന്നിട്ട് കൈക്കോ കാലിനോ ആ സമയത്ത് കടി കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മുഖത്ത്, നമ്മുടെ കഴുത്തിനൊന്നും കടി കിട്ടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. കടി കിട്ടുന്ന അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യുക? ആ രീതിയിൽ വേണം നമ്മൾ കിടന്നിട്ട് വേണം രക്ഷപ്പെടേണ്ടത്. ഒരു സ്കൂൾ കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു കുട്ടികളൊക്കെ പട്ടി കടിച്ച് വിടുന്നില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പട്ടിയെ നമ്മൾ വിടിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവൻ്റെയൊക്കെ ഈ മൂക്ക്, ഈ കണ്ണ്, ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുക, എന്തെങ്കിലും വെച്ച് ഇടിക്കുക, കുത്തുക. അപ്പോൾ തന്നെ അവർ വിടുന്നതായിരിക്കും. അല്ല ഇവരുടെ പുറത്തിട്ടൊക്കെ അടിച്ചാൽ അവർ വിടത്തില്ല, അവർ ആ പിടുത്തം കടിച്ച് പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവരുടെ മൂക്കിലൊക്കെ പിടിച്ചിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ മൃദുവാണ്, പെട്ടെന്ന് അവർ ആ കടി വിടും. പട്ടി കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? എല്ലാവരും ഓടും, ഞാനുൾപ്പെടെ എല്ലാവരും ഓടും. പക്ഷേ ഓടാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഓടി നമുക്ക് മതിലിൻ്റെ ഇപ്പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ ഓടി ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ കയറാം, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകാം. അങ്ങനെ ഒരു ഓടാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ മാത്രമേ നമ്മൾ ഓടിയത് കൊണ്ട് കാര്യമുള്ളൂ. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ പുറത്തൊരു ബാഗാണ്, ഇതൊരു ബാഗാണ് സങ്കല്പിക്കുക. ഇപ്പോൾ ബാഗാണ്. അപ്പോൾ ആ സമയത്ത് ഒരു പട്ടി കടിക്കാൻ വന്നാൽ ഓടാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മൾ ഓടി രക്ഷപ്പെടുക. ഓടാൻ പറ്റില്ല, നമ്മളെ കടിക്കുമെന്ന് ഉറപ്പായ ടോബി പട്ടി കടിക്കാൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ ബാഗ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് പട്ടി ഇങ്ങനെ ഓടി വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അനങ്ങാതെ നിൽക്കുക, മാക്സിമം ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക. കണ്ടോ, അനങ്ങുന്ന ഒബ്ജക്റ്റ്, അനങ്ങുന്ന സാധനങ്ങൾ കണ്ടാൽ അതിനെ ചേസ് ചെയ്യാൻ അത് അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പോൾ ഞാൻ വെറുതെ ഓടിയാലും ഇവൻ്റെ പുറകെ ഓടി വരും. അതുപോലെ തന്നെയാണ് തെരുവ് നായ്ക്കളായാലും ഏത് പട്ടിയാലും നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ പുറകെ വന്നിരിക്കും. അത് അവരുടെ ഒരു സ്വഭാവമാണ്. ഓടുന്ന വസ്തുവിനെ പിടിക്കുക എന്നുള്ള അവരുടെ സ്വഭാവമാണ്. പട്ടി കടിക്കാനായിട്ട് വരിക. അതേ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ വളർത്തണ പട്ടിയാകൊണ്ടല്ലേ പറയല്ല, ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ മാക്സിമം നമ്മൾ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ, കൈ ചേർത്ത് വെച്ച് അനങ്ങാതെ നിന്നാൽ പട്ടി കടിക്കില്ല. പട്ടി ഇങ്ങനെ നോക്കിയിട്ട് അതെൻ്റെ പാട്ടിന് പോകും. അതിപ്പോൾ ഞാൻ വളർത്തണ പട്ടിയാണ്ട് പറയല്ല, മാക്സിമം ഒരു 70% അങ്ങനെ ആയിരിക്കും. പിന്നെ ഇതൊക്കെ ചെയ്താൽ കടി കിട്ടുമെന്ന് ചോദിച്ചാൽ കടി കിട്ടും. കടി കിട്ടാതിരിക്കാനുള്ള ചെറിയ കാര്യങ്ങൾ, ആ കടിയുടെ ആഘാതം കുറയ്ക്കാനുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഐ കോണ്ടാക്റ്റ്. അത് പട്ടിയെന്നല്ല, ഏത് മൃഗമായാലും അതുമായിട്ടുള്ള ഐ കോണ്ടാക്റ്റ് ഒഴിവാക്കുക. അത് അതിൻ്റെ കാര്യം നോക്കി പോകും, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ കടിക്കത്തില്ല. പക്ഷേ അതവിടെ നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നേരെ വടിയെടുക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്താൽ അത് കൂടുതൽ വയലുണ്ടാവും. പക്ഷെ നമ്മൾ അനങ്ങാതെ നിൽക്കുക. നമ്മൾ ഇങ്ങനെ രണ്ട് കൈയും കെട്ടി നിൽക്കുകയാണെങ്കിൽ ടോബിക്കാം നമ്മളിപ്പോൾ രണ്ട് കൈയും കെട്ടി നിൽക്കുക. ഒരു പട്ടി കടിക്കാൻ വന്നാൽ പോലും അത് അവിടെ വന്ന് ഇങ്ങനെയൊക്കെ മണത്ത് നിൽക്കുക നോക്കിയിട്ടൊക്കെ അത് അതിൻ്റെ കാര്യം നോക്കി പോകും. ഞങ്ങളൊരു ഡോഗ് ട്രെയിനിങ് ചെയ്യുന്നൊരു സ്ഥലത്തേക്ക് ചെന്ന്, അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ പട്ടീനെ തുറന്നു വിട്ടേക്ക് വരുന്ന ആ സമയത്ത് അപ്പോൾ പട്ടി ഓടി വന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, സുനിച്ചേട്ടൻ പറഞ്ഞ്, നിങ്ങൾ അനങ്ങരുത്, അവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടിയൊക്കെ ഓടി വരുന്നുണ്ട്. ഞങ്ങൾ അനങ്ങാതെ നിന്നപ്പോൾ അത് വന്ന് ഞങ്ങളുടെ ചുറ്റും റൗണ്ട് അടിച്ചിട്ട് അങ്ങ് പോയി. പക്ഷേ ഞങ്ങൾ ഓടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും കടി കിട്ടിയേനെ. അതാണ് പറയുന്നത്, പട്ടി നമ്മൾ ഓടരുത്. ഓടാൻ പറ്റുന്ന, നമുക്ക് ഓടി മാറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓടി മാറാൻ പാടുള്ളൂ. നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ പുറകിലോ ഏതെങ്കിലും ഒരു തൂണിൻ്റെ പുറകിലോ ഒരു മതിലിൻ്റെ പുറകിലോട്ട് മാറുക. അവനിൽ നിന്നുള്ള കോണ്ടാക്റ്റ് മാക്സിമം ഒഴിവാകുന്ന തരത്തിലോട്ട് നമ്മൾ മാറിപ്പോവുക. അപ്പോൾ തന്നെ പട്ടി മാറി നമ്മുടെയായിട്ടുള്ള ആ ഒരു ഇത് അവനിൽ നിന്ന് നഷ്ടപ്പെട്ട് അവൻ മാറി പോകുന്നതായിരിക്കും. പിന്നെ കടിക്കാൻ വരുന്ന പട്ടിയാണെങ്കിൽ കടിച്ചിരിക്കും. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 100% കടിക്കാൻ വരുന്നൊരു പട്ടി, ഒരു 70% നമുക്ക് സാധ്യത കുറക്കാൻ പറ്റും. പിന്നെ കടിയുടെ ആഘാതം കുറക്കാൻ പറ്റും. പ്രധാനമായിട്ട് നോക്കാനുള്ളത് പട്ടിയെന്നല്ല, എന്ത് ജീവി. ഇപ്പോൾ ഒരു കരടിയൊക്കെ വരുമ്പോൾ തന്നെ കുറേ പേര് ഇങ്ങനെ അനങ്ങാൻ നിൽക്കത്തില്ല. നമ്മളൊരു മല്ലൻ്റെയും മാധവൻ്റെ കഥയെ കണ്ടിട്ടില്ലേ? അത് നമ്മൾ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സൂവിൽ പോയപ്പോൾ കുറച്ച് പേര് അനങ്ങാതെയൊക്കെ ഇരിക്കുന്നൊരു സീനുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവർ ആ കരടി വന്നപ്പോൾ അവർ അനങ്ങിയില്ല. അവരനങ്ങാതെ നിന്നപ്പോൾ ആ കരടി കുറച്ച് നേരം വന്നിട്ട് പോയി. എന്നുവെച്ചാൽ ആ ഒരു സംഭവം എന്താണ്, ഈ ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കെന്ന് വെച്ചാൽ നമ്മൾ പ്രതികരിക്കാതെ അനങ്ങാതിരിക്കുകയാണെങ്കിൽ അവരൊന്നും ചെയ്യത്തില്ല, അവർ ഇതായിട്ട് പോവും. അപ്പോൾ ഈ പട്ടി കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഏത് പട്ടിയായാലും നമ്മൾ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിൽ പോവുക. നല്ല മുറിവാണ്, പട്ടി കടിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുറിവാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ പൈപ്പ് തുറന്ന് വെക്കുക. ഒഴുകുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യുക? കൈ നല്ലപോലെ കഴുകി വെക്കുക. ഒരു 10-15 മിനിറ്റ് നേരം കൈ കഴുകിക്കൊണ്ടിരിക്കണം. പിന്നെ ആ മുറിവ് കെട്ടേണ്ട കാര്യമൊന്നുമില്ല, കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നേരെ മുറിവ് തുറന്ന രീതിയിലായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. ഈ കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സോപ്പിട്ട് വേണം കഴുകാൻ. അത് കുളിക്കുന്ന സോപ്പ്, എന്ത് സോപ്പായാലും കുഴപ്പമില്ല, പ്രധാനമായിട്ട് സോപ്പിട്ട് കഴുകണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ വൈറസിൻ്റെ പുറത്തുള്ള ഒരു കൊഴുപ്പ് പാളിയുണ്ട്, അത് പൊട്ടി വൈറസ് നശിച്ചു പോകും. റാബീസ് ഇനത്തിൽപ്പെട്ട വൈറസ് അത് നശിച്ചു പോകും. അപ്പോൾ മാക്സിമം നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ, ഒഴുകുന്ന വെള്ളത്തിൽ പൈപ്പ് തുറന്ന് വെച്ച് കൈ കഴുകുക എന്നുള്ളതാണ് പട്ടി കടിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട മുൻകരുതൽ, പ്രഥമ ശുശ്രൂഷ. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട്.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കടിച്ചാലും നഖം കൊണ്ടാലും എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം പോയി ഇഞ്ചക്ഷൻ എടുക്കുക, വാക്സിൻ എടുക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ കടി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക.